നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2026 വിഷുഫലം, ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ വിഷുഫലമാണ് ഞാനിന്ന് പറയുന്നത്. ഇതിനു മുമ്പുള്ള നക്ഷത്രങ്ങളുടെ വിഷുഫലം ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇട്ടിരുന്നതാണ്. 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയം നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തന്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. അന്നാണ് സാധാരണ നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഏപ്രിൽ 15 വിഷു വരുന്നത്. കാരണം അന്ന് സൂര്യോദയം കഴിഞ്ഞ് 9:34 സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ സൂര്യന്റെ മേടൻ രാശിയിലെ സംക്രമണം അനുസരിച്ച് ആ സംക്രമ പുരുഷന്റെ ലക്ഷണം 2026 പഞ്ചാംഗ വിധിപ്രകാരം ആ സംക്രമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ച് നക്ഷത്രങ്ങളെ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് ശൂലത്തിൽ വരുന്ന നക്ഷത്രങ്ങളെന്നും മറ്റൊന്ന് ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രങ്ങളായിട്ടാണ് വേർതിരിച്ചിട്ടുള്ളത്. അതിൽ 9 നക്ഷത്രങ്ങൾ ശൂലത്തിലും 18 നക്ഷത്രങ്ങൾ ഷഡ്ഗത്തിലുമാണ് വരുന്നത്. അപ്പോൾ ശൂലത്തിൽ വരുന്ന നക്ഷത്രങ്ങളെ തന്നെ ആദിശൂലമെന്നും മധ്യശൂലമെന്നും അന്തിശൂലമെന്നും വേർതിരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രങ്ങളെ ആദിഷഡ്ഗമെന്നും മധ്യഷഡ്ഗമെന്നും അന്ത്യഷഡ്ഗമെന്നും വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയുന്ന ഉത്രട്ടാതി നക്ഷത്രം, ഈ നക്ഷത്രത്തിന്റെ വിഷുഫലം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങളോട് വിനീതമായ ഈ സമയം അഭ്യർത്ഥിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ വിഷുഫലം, വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് പഞ്ചാംഗ വിധിപ്രകാരമുള്ള വിഷുഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഉത്രട്ടാതി നക്ഷത്രം. ഈ വിഷുഫലം ഉത്രട്ടാതി നക്ഷത്രം ആദ്യ ഷഡ്ഗത്തിലാണ് വരുന്നത്. അതായത് ആദ്യ ഷഡ്ഗത്തിലാണ് ഉത്രട്ടാതി നക്ഷത്രം വരുന്നത്. ഇവരെ സംബന്ധിച്ച് ലോക ബഹുമാനങ്ങൾ കിട്ടുന്ന ഒരു ഫലമാണ് ഈ വിഷുഫലമായി ഇവർക്ക് വരാൻ പോകുന്നത്. ലോക ബഹുമാനങ്ങൾ കിട്ടും. ഇവരെ സംബന്ധിച്ച് കാര്യ തടസ്സങ്ങളെല്ലാം മാറി കാര്യവിജയങ്ങൾ ഉണ്ടാകുന്ന വിഷുഫലമാണ്. വളരെ അനുകൂലമായ ഒരു വിഷുഫലമാണ് ഇവർക്ക്, ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉള്ള ഫലം. തടസ്സങ്ങളിൽ പെട്ടുകിടക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടെങ്കിൽ, അതായത് കോടതിയിലോ അല്ലെങ്കിൽ മറ്റ് നിയമവശങ്ങളായോ അനുകൂലമല്ലാതെ കിടക്കുന്ന പല കാര്യങ്ങളും, അത് തടസ്സങ്ങളായി കിടക്കുന്ന പല കാര്യങ്ങളും ഈ വിഷുഫലമായി ഇവർക്ക് അനുകൂലമായി കിട്ടുന്നതാണ്. ഇതുകൂടാതെ ഇവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ധനം വന്നു ചേരാൻ ഇടയുണ്ട്. ഇവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ധനം വന്നു ചേരും ഇവരുടെ കയ്യിൽ. പുതിയ ബിസിനസ് സംരംഭങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ ആശയങ്ങൾ നടപ്പിലാക്കാൻ ഇവർ ശ്രമിക്കുന്നതാണ്. വീട് പണി പൂർത്തിയാക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. ഏതെങ്കിലും വിധത്തിൽ വീടുപണി തടസ്സപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ വീടുപണി പൂർത്തിയാക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. അതല്ല, വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീട് പണിയാനും അവസരങ്ങൾ വന്നു ചേരുന്നതാണ്.
ഇനി അതുമല്ലെങ്കിൽ വീട് പണി ആയവർക്ക് ഗൃഹപ്രവേശനം നടത്താനും ഈ സമയം വളരെ നല്ലതാണ്. ഈ വിഷുഫലമായിട്ട് പുതിയ ഗ്രഹോപകരണങ്ങൾ ഇവർക്ക് വാങ്ങാനും വിഷുഫലമായി സാധിക്കുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് നല്ല വാർത്ത കേൾക്കാനും ഇവർക്ക് ഇടവരും. സന്താനങ്ങളിൽ നിന്നും ഇവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. സാമ്പത്തിക ഭദ്രതയുണ്ടാകുന്ന സമയമാണ് വിഷുഫലമായി ഇവർക്ക്. സാമ്പത്തികമായി വളരെ ഫലം കിട്ടുന്ന ഒരു സ്ഥിരമായ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്ന ഒരു സമയമാണ് വിഷുഫലമായി ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. തൊഴിൽപരമായ നേട്ടങ്ങൾ, തൊഴിലിൽ ഉന്നതി, തൊഴിൽ പ്രവർത്തികളിൽ ഇവർക്ക് മേൽക്കൈ അല്ലെങ്കിൽ ഉയർന്ന തൊഴിൽ സംരംഭങ്ങൾ ഇവരുടെ കസ്റ്റഡിയിൽ വന്നു ചേരുന്നതും ആവും. അതായത് ഇവർക്ക് തൊഴിൽപരമായി വളരെയധികം നല്ല കാര്യങ്ങൾ ഈ വിഷുഫലമായി വന്നു ചേരാം എന്നർത്ഥം. അതാണ് ഉണ്ടാവുന്നത്. അതായത് തൊഴിൽപരമായ ഉന്നതി ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഇവരുടെ കീഴിൽ പണിയെടുക്കുന്നവരെ സംബന്ധിച്ച് വളരെയധികം സഹകരണം കിട്ടുന്ന, അതായത് ഇവരുടെ കീഴിൽ പണിയെടുക്കുന്നവരെ സംബന്ധിച്ച് ഇവർക്ക് നല്ല സഹകരണം കിട്ടുന്ന ഒരു സമയവും കൂടിയാണ്. അതേപോലെ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന്, ഇവരുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവരിൽ നിന്നും പേരും പ്രശസ്തിയും നല്ല വാക്കുകൾ കേൾക്കാനും ഇവർക്ക് ഇടവരുന്ന സമയമാണ്. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഇവർക്ക് വരും. കുടുംബ സംബന്ധമായ വിഷയങ്ങളിൽ ഇവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വന്നു ചേരും. ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ഇവർക്ക് ചെയ്തു തീർക്കാനും സാധിക്കുന്നതാണ്. കുടുംബത്തിൽ മംഗളപരമായ കാര്യങ്ങൾ നടക്കാനിടയുണ്ട്. മംഗളപരമായ കാര്യങ്ങൾ ഇവർക്ക് നടക്കാനും അതിൽ സംബന്ധിക്കാനും ഒക്കെ ഇടവരുന്നതാണ്. വിദേശയാത്രക്ക് അനുകൂലമായ ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. വിദേശത്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ അതിനായി ശ്രമിക്കുന്നവർക്കൊക്കെ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അതിനു പറ്റിയ സമയം കുറിക്കുന്ന ഒരു നേരമാണ് ഇവർക്കുണ്ടാകാൻ പോകുന്നത് വിഷുഫലമായിട്ട്. ക്ഷേത്ര ദർശനങ്ങൾക്കായി ഇവർ യാത്ര ചെയ്യുകയും ചെയ്യും. ക്ഷേത്ര ദർശനങ്ങൾക്കായി യാത്ര ചെയ്യാനിടവരും. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കിട്ടുന്ന സമയമാണ്. കടങ്ങളുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും. കടം സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് ആ കടത്തിൽ നിന്ന് ഒരു മുക്തി നേടാൻ ഇവർക്ക് കഴിയുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ വിഷുഫലം ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ തരുന്ന ഒരു വിഷുഫലമാണ് ഇവർക്ക് ഉള്ളത്. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.